താലി. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. ഞാൻ ഇന്ന് എന്നെക്കാൾ സ്നേഹിക്കുന്ന നിന്നെയാണ് ദേവ. കുറിഞ്ഞി പൂച്ച പോലെ തന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങി കിടക്കുന്നവളെ കെട്ടിപ്പിടിച്ച് അവൻ അങ്ങനെയേ കിടന്നു. നേരം നിഴങ്ങി തുടങ്ങിയിട്ടും അനക്കമോ പിടച്ചിലോ ഇല്ലാതെ കിടക്കുന്നവളെ ശ്രീ കൈ അല്പം ചരിച്ചു നോക്കുമ്പോഴേക്കും പാവം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഷെടാ, ഇത്രയും പെട്ടെന്ന് ഇതിന്റെ ഉറക്കവും ആയോ? അതെങ്ങനാ? എന്തേലും കേൾക്കുമ്പോഴേക്കും തുടങ്ങും അമ്മയുടെ പുലിക്കുട്ടി കാറിക്കൂവാൻ. മുൻവരി പല്ലിന്റെ തുമ്പുകൊണ്ട് അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ മെയ്യെ ഒന്ന് കടിച്ചു വിട്ടു. കുഞ്ഞൊരു നോവ് അറിഞ്ഞെന്ന പോലെ മുഖം ചുളുങ്ങിയതും നാവിൻ തുമ്പാൽ ഒന്ന് തഴുകി പയ്യെ മെല്ലെ ഒന്ന് ചുംബിച്ചും കൂടി ചെയ്തു. അവന്റെ ഉള്ളം നിറയുന്ന സ്നേഹം മുഴുവനും അവളിലേക്ക് നൽകിക്കൊണ്ട്. സത്യം പറയാലോ പെണ്ണെ, ഇത്ര അടുത്ത് നിന്നെ ഇങ്ങനെ കാണുമ്പോ കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോഴേ വേണ്ടാട്ടോ, ഇച്ചിരി കൂടി കഴിയട്ടെ. അല്പം കൂടി അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. എന്നിട്ട് പയ്യെ പയ്യെ ഞാൻ ഒരു വശത്തൂന്ന് അങ്ങ് തെളിഞ്ഞു തുടങ്ങട്ടോടി കുഞ്ഞിക്കോയി. ഉള്ളിൽ ഉറവയില്ലാത്ത പൊന്തി വരുന്ന സ്നേഹം അടക്കാൻ വയ്യാതെ ശ്രീ അവളുടെ മുഖത്തു നോക്കി എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. അതിനൊപ്പം ഇടയ്ക്കിടെ കണ്ണിലും മൂക്കിലും ചുണ്ടിലുമായി തൂവൽ സ്പർശം പോലുള്ള ചുംബനങ്ങൾ നൽകാനും അവൾ മറന്നില്ല. അങ്ങനെ നോക്കി നോക്കി എപ്പോഴോ അവനും ഉറങ്ങി. പാതിരാത്രിയായപ്പോഴേക്കും വിശപ്പ് കാരണം ശ്രീയുടെ ഉറക്കം ഞെട്ടി. നോക്കുമ്പോൾ പെണ്ണ് മാറിക്കിടക്കുന്നു. ദൈവമേ, വിശന്നിട്ട് വയ്യ. പെണ്ണിനെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന്റെ ഇടയ്ക്ക് വിശപ്പും ദാഹവും ഒക്കെ മറന്നുപോയിരുന്നു. പക്ഷെ ഇപ്പോ ശ്രീ സൈഡ് ചരിഞ്ഞ് എഴുന്നേൽക്കാൻ നോക്കുമ്പോഴാണ് തന്റെ കൈലിയുടെ മുകളിലാണ് അവളുടെ കിടപ്പെന്ന് മനസ്സിലായത്. നല്ല ഉറക്കമാണ് ആള്. തെല്ലൊരു ജാള്യതയോടെ അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. പിന്നെ അവളെ സൈഡ് ചരിച്ച് അപ്പുറത്തേക്ക് കിടത്തി കയ്യില് മുറുക്കി കൊടുത്ത് എഴുന്നേറ്റു. ടേബിളിലിരുന്ന വെള്ളം എടുത്ത് കുടിച്ചിട്ടും രക്ഷയില്ല. വിശപ്പിന്റെ വിളി പുറത്തേക്ക് പോക്കിലും കേൾക്കുന്നത്ര ഉച്ചത്തിലായി കാര്യങ്ങളൊക്കെ. താഴെ പോയി എന്തേലും ഒന്ന് എടുത്തു കഴിക്കാതെ നിവർത്തിയില്ലെന്ന് മനസ്സിലായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ചിന്തിക്കുന്നത് അവൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ എന്ന്. പിന്നെ ഒന്നും ആലോചിക്കാതെ ഉറങ്ങിക്കിടക്കുന്നവളെ ഉണർത്താനായി കട്ടിലേക്ക് കയറി സൈഡിലേക്ക് ഇരുന്നു. ദേവാ, ദേവാ, എടോ എഴുന്നേറ്റേ. അവള് മുഖം ചുളിച്ച് ചരിഞ്ഞു കിടന്നു. ദേവാ, എടാ എഴുന്നേൽക്ക്. എടി കൊച്ചെ, എഴുന്നേക്കുന്നുണ്ടോ? ശ്രീ അവളെ പിന്നെയും പിന്നെയും കുലുക്കി വിളിച്ചു. ശ്രീയേട്ടാ. ഉറക്കപ്പിച്ചയിൽ അവൾ അവനെ ഒന്ന് നോക്കി. അവന്റെ കയ്യിലേക്ക് മുഖം വെച്ച് കമിഴ്ന്നു കിടന്നു. ദേവാ, പ്ലീസ്, ഉറക്കം വരുന്നു ശ്രീയേട്ടാ. നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ കുഞ്ഞേ. തൽക്കാലം ഏട്ടന്റെ പൊന്നുമോൾ ഒന്ന് എഴുന്നേൽക്കേടി. വിശന്നിട്ട് വയ്യ കുഞ്ഞീസെ, അതുകൊണ്ടല്ലേ. വളരെ ദയനീയമായി പറഞ്ഞുകൊണ്ട് അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. നീ എന്തെങ്കിലും കഴിച്ചിരുന്നോ? കണ്ണുപോലും തുറക്കാതെ അവൾ ഇല്ലെന്ന് തലയാട്ടി. നീ എന്താ മോളുടെ ഒപ്പം കഴിക്കാഞ്ഞത്? സാധാരണ മിത്തുമോൾക്ക് കൊടുക്കുന്നതിനൊപ്പം നേരത്തെ ആഹാരം കഴിക്കുന്നവളാണ്. ഇന്നത്തെ മൊത്തം രീതി കണ്ടപ്പോ അവള് കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് തോന്നി. അതാണ് ഉണർത്തിയതും. ദയവായി എഴുന്നേൽക്ക്, പോയി മുഖം കഴുകിയിട്ട് വാ. ഞാൻ എപ്പോഴേക്കും ആഹാരം ചൂടാക്കി വെക്കാം. അത്രയും പറഞ്ഞവൻ കട്ടിലിൽ നിന്നും താഴേക്കിറങ്ങി. ഞാൻ വരുന്നില്ല, എനിക്ക് വേണ്ട. വേണ്ടേ? അവൻ അവളെ തിരിഞ്ഞു നോക്കി. വേണ്ട, വാശിയോടെ പറഞ്ഞുകൊണ്ട് അവൾ കട്ടിലേക്ക് കിടന്നു. ഇതിപ്പോ എന്താ പറ്റിയേ? ഇവളെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ദേവാ, ദേവാ. അവൻ തിരിഞ്ഞ് കട്ടിലിൽ കിടക്കുന്നവൾ കരികിൽ വന്ന് വിളിച്ചു. ദേവ, കാര്യം എന്താണെന്നെങ്കിലും പറ. ഇങ്ങനെ ഇപ്പൊ ദേഷ്യം കാണിക്കാൻ എന്തു പറ്റിയടി? അവൻ ആ തോളിൽ പിടിച്ചതും തോള് വെട്ടിച്ചവൾ അല്പം കൂടി നീങ്ങി കിടന്നു. ദേവ, കാര്യം പറയുന്നുണ്ടോ നീ? ചുമ്മാ മിണ്ടാതെയുള്ള ഈ കിടപ്പ് കണ്ടിരിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഈ തവണ അവളെ എടുത്ത് കുറച്ച് ഒച്ചയെടുത്താണ് അവൻ സംസാരിച്ചത്. ശ്രീയേട്ടന് മാത്രമല്ല ദേഷ്യം എനിക്കും വരുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് അവൾ ഉയർന്നതും അവളിലേക്ക് തലചായ്ച്ചു ചെന്ന് ശ്രീയുടെ താടിയിൽ കൊണ്ടതും ഒരുത്തിരുന്നു. അമ്മേ! ശ്രീ വായം പൊത്തി ചാടി എഴുന്നേറ്റു. അവന്റെ ആ കുതിപ്പ് കണ്ട് മിത്തുവും പിടഞ്ഞെഴുന്നേറ്റു. ശ്രീയേട്ടാ. അവൻ അവളെ കയ്യാൽ തടഞ്ഞ് പിന്നിലേക്ക് മാറി നിന്നു. പിന്നെ നേരെ ബാത്റൂമിൽ പോയി വാ കഴുകി വന്നു. ശ്രീയേട്ടാ, ശ്രീയേട്ടാ, എന്നെ ഒന്ന് നോക്കിയേ. എന്താ പറ്റിയേ? സോറി, ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് എഴുന്നേറ്റപ്പോ അറിയാതെ തട്ടിയതാ. സോറി, സോറി ശ്രീയേട്ടാ. അവൾ അവന്റെ അരികിലേക്ക് എത്തി താടിയിൽ നോക്കാൻ ശ്രമിച്ചുകൊണ്ട് ആവലാതി പറഞ്ഞു. ഒന്ന് രണ്ട് നിമിഷം കൂടെ ശ്രീ കണ്ണടച്ച് അതുപോലെ തന്നെ നിന്നു, വേദന കടിച്ചമർത്തുന്ന പോലെ. ശ്രീയേട്ടാ. ഏയ്, കരയാതിരി, ഒന്നുമില്ല. നോക്കട്ടെ. അയ്യോ, ചിറി മുറിഞ്ഞു. ഏട്ടാ, ഞാൻ. ഒന്നടങ്ങ് ദേവ, ചെറിയ മുറിവാണ്, നീ ചുമ്മാ. ശ്രീ അവളെ മറികടന്ന് കണ്ണാടിയിൽ നോക്കി പറഞ്ഞു.
താടി മുട്ടിയപ്പോ പല്ലുകൊണ്ട് ചുണ്ട് അത്യാവശ്യം നന്നായി തന്നെ മുറിഞ്ഞിട്ടുണ്ട്. ചോര ചുണ്ടിൽ പടർന്നു കണ്ടതും അവൻ അതിനുള്ളിലേക്ക് പിടിച്ച് നാവൊന്നൊഴിഞ്ഞു. വേദന കൊണ്ടറിയാതെ ശബ്ദം പുറത്തേക്ക് വന്നുപോയി. ശ്രീയേട്ടാ, എന്റെ കുഞ്ഞൻ, നീ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ടാപ്പ് തുറന്നു വിടല്ലേ. ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്നതാ. അതിനിങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല. കരഞ്ഞു കരഞ്ഞു നോക്കിക്കൊണ്ട് മുഖമൊക്കെ വല്ലാതായി. അവൻ അവളെ തോളിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോടടക്കി നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് കണ്ണിരട്ടി. സോറി. അച്ചോടാ, ശ്രീയന്റെ കുഞ്ഞൻ എന്നാ ക്യൂട്ടാന്നേ. അവനൊന്ന് ഉറക്കെ ചിരിച്ചതും പെണ്ണിന്റെ കയ്യിൽ 3-4 രോമം എഴുന്നു വന്നു. എന്റെ ദൈവമേ, ദേ പെണ്ണെ, കൂടുന്നുണ്ട് കേട്ടോ ഉപദ്രവം. ഉഫ്, എനിക്ക് മേല് വേദനിച്ചിട്ടുണ്ടല്ലോ. മേലും കീഴും ഞാൻ നോക്കില്ല ദേവ. കിട്ടുന്നതിന്റെ ഇരട്ടി ഞാൻ തിരിച്ചു തരും കേട്ടോ. അവന്റെ നെഞ്ചൽ തടവിക്കൊണ്ട് അവനൊന്ന് ഒച്ചയെടുത്തു. അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ കണ്ണു പൊട്ടുന്ന ചീത്ത ഇനിയും കേൾക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവള് ആ മുഖം നെഞ്ചിൽ നിന്നും ഉയർത്തിയില്ല. കുരുത്തക്കേട് കാണിച്ചിട്ട് കുമ്പിട്ട് നിന്നാൽ മതിയല്ലോ. അമ്മയും കണക്ക, മോളും കണക്ക. തല്ല് കിട്ടേണ്ട കുരുത്തക്കേട് എന്തെങ്കിലും കാണിച്ചാൽ കുഞ്ഞി ഇങ്ങനെയാണ്. അമ്മയുടെ ആണെങ്കിലും അച്ഛന്റെ ആണെങ്കിലും നെഞ്ചത്തിലോട്ട് കയറി ഒരുമാതിരി ഒട്ടക പക്ഷിയെ പോലെ മുഖം താഴ്ത്തിക്കളയും. അതാണ് ശ്രീ ഇപ്പൊ ഇത് എടുത്തു പറയാനുള്ള കാരണം. ദേവാ, ഇമ്മണി കഴിഞ്ഞിട്ടും അനക്കമൊന്നുമില്ലെന്ന് കണ്ട് ശ്രീ അവളെ തട്ടി വിളിച്ചു. ദേവാ. നീ എന്താ പെണ്ണെ, നിന്നുറങ്ങുവാണോ? എന്നാലേ പൊന്നുമോളി ഒന്നിങ്ങോട്ട് നോക്കി. അവൻ അവളുടെ താടിയിൽ പിടിച്ചുയർത്തി. വിശക്കുന്നടി, വാ. എനിക്ക് വേണ്ട. അതുവരെ അവനെ കെട്ടിപ്പിടിച്ചവൾ ദേഷ്യത്തിൽ പോയി കട്ടിലേക്കിരുന്നു. ഇതൊരു നടക്ക് പോകില്ല ശ്രീ. സ്വയം ആത്മസംയമനം കൈവരിച്ച് അവൻ അവൾക്കരികിലേക്ക് പോയിരുന്നു. നോക്ക് ദേവ, പ്രശ്നങ്ങളെല്ലാം നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു തീർത്തതാണ്. പിന്നെന്തിനാ ഇപ്പോ ഈ വാശി? എനിക്കാണോ വാശി? വാശി മൊത്തം ശ്രീയേട്ടനല്ലേ. എനിക്കോ? ഞാൻ എന്ത് വാശി കാണിച്ചിട്ട് നിന്നോട്? അവൻ കാര്യമറിയാതെ കണ്ണും പിടിച്ചു നോക്കി. അതുവരെ ഒരു കാലിൽ കട്ടിലിൽ വെച്ചിരുന്നവൻ 2 കാലും എടുത്ത് ചമ്മണം പിടഞ്ഞ് അതിലേക്ക് കയറിയിരുന്നു. ഒപ്പം അവളെ തനിക്ക് നേരെ പിടിച്ചിരുത്തുകയും ചെയ്തു. ദേവ, ഇത് ലാസ്റ്റാണ്. എന്താ പ്രശ്നമെന്ന് നീ പറയുന്നുണ്ടോ? ഇതിനിടയിലെല്ലാം അവൻ നാവാൽ ചുണ്ടു തടവുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ദേഷ്യം മാറിയോടെ പിന്നെ സങ്കടം നിറഞ്ഞു. പറയ് ദേവാ. ശ്രീയേട്ടൻ. ശ്രീയേട്ടൻ ബാക്കി പോരട്ടെ. അവളെ അടുത്തേക്ക് ഒന്നുകൂടെ നീക്കിക്കൊണ്ടാവും മൂളി. ശ്രീയേട്ടൻ എന്ന് എത്ര മണിക്കാ വീട്ടിലേക്ക് വരുന്നേ? എന്തോന്നാ? അവൻ പ്രതീക്ഷിക്കാതെ എന്തോ കേട്ടപ്പോൾ എടുത്തു ചോദിച്ചു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. പക്ഷെ അതിപ്പോ എന്തിനാ ചോദിക്കുന്നേ? കാര്യമുണ്ടായിട്ട് ശ്രീയേട്ടൻ മറുപടി പറയുന്നുണ്ടോ? ഓക്കെ. അതിപ്പോ ചോദിച്ചാൽ കോളേജിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ 5-5:30, അല്ലേ എന്തേലും ഉണ്ടെങ്കിൽ മാക്സിമം 9. എന്തേ? എന്നിട്ട് ഇന്ന് എത്ര മണിക്കാ വന്നേ? ഇന്നോ? ഇന്ന് കുറച്ച് ലേറ്റായി പോയി. ഏകദേശം 11 മണി. അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവിടെ പോയ കാര്യം. അത് ഇവിടെ വന്നിട്ടല്ലേ പറയുന്നേ, അല്ലാതെ നേരത്തെ ഒന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ. ലേറ്റ് ആക്കുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? അല്ലേ തന്നെ ആരോട് പറയാനല്ലേ? ഞാനാരാ ശ്രീയേട്ടന്റെ? എന്നോട് പിണങ്ങി ആഹാരം പോലും കഴിക്കാതെ പോയതല്ലേ. അപ്പൊ പിന്നെ എന്നോട് എന്തിനാ പറയുന്നേ? അത്രയും പറഞ്ഞപ്പോഴേക്കും കണ്ണുനീര് അണ പൊട്ടി ഒഴുകിയിരുന്നു. നീ ഇതെന്തൊക്കെയാ പെണ്ണെ വിളിച്ചു പറയുന്നേ? ശ്രീയേട്ടൻ അറിയില്ലേ ഞാൻ എന്താ പറയുന്നേന്ന്? അല്ലെങ്കിലും സ്വന്തമായി ചെയ്തതൊന്നും കുറ്റമില്ലല്ലോ. അവളും ഗർവിച്ചു. ദേവാ പ്ലീസ്, നീ പറയുന്നൊന്നും സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചെയ്തു എന്നാ കുഞ്ഞേ? അവളുടെ മുഖം കൈക്കുമ്പിളെടുത്ത് കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ശ്രീയേട്ടൻ മനഃപൂർവ്വം വൈകിയതല്ലേ. എന്നിട്ട് ഞാൻ വിളിച്ചാൽ കിട്ടാതിരിക്കാനല്ലേ ഫോൺ ഓഫ് ചെയ്ത് വെച്ചത്. ശ്രീയേട്ടൻ വരാൻ വൈകിയാൽ ഞാൻ പേടിക്കുമെന്ന് അറിയാം. എന്നിട്ടും വന്ന് കയറി ഒന്ന് കാണും വരെ എങ്ങനെ ഞാൻ ജീവിച്ചെന്ന് അറിയോ? ദുഷ്ടനോ ശ്രീയേട്ടൻ ശരിക്കും. കുറച്ചു നേരത്തേക്ക് നടന്ന എന്താണെന്ന് മിത്തുവിന് മനസ്സിലായില്ല. ശ്വാസം വിലങ്ങുതടിയായിട്ടും തന്നിൽ നിന്നും അടർന്നു മാറാതെ ഭ്രാന്തമായി തന്റെ ചുണ്ടുകളെ മാറി മാറി ചുംബിക്കുന്നതിന്റെ ഭ്രാന്തിൽ അവളും സ്വയം മറന്ന് ആ നെഞ്ചിലേക്ക് താമരത്തണ്ടുപോലെ പെണ്ണ് തളർന്നു വീണു. ഏതൊരു നിമിഷം ഒക്കെയും കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ മാത്രം ശ്രീ അവളെ സ്വതന്ത്രയാക്കി. കിതപ്പ് മാറാൻ പിന്നെയും നേരമെടുത്തു. ഒരു നിമിഷം കൊണ്ട് ഇടുപ്പിൽ പിടിച്ചു വലിച്ച് മടിയിലേക്ക് കയറ്റിയിരുത്തവളെ ശ്രീ ഒന്നുകൂടെ തന്റെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് നേരെയിരുത്തി. എന്നിട്ട് പതിയെ പിന്നിലേക്ക് നീക്കി ഹെഡ് റെസ്റ്റിലേക്ക് ചാഞ്ഞിരുന്നു. തന്റെ നെഞ്ചിലേക്ക് മൊത്തത്തിൽ ചാഞ്ഞിരുന്ന് ശ്വാസം നേരെയാക്കാൻ ശ്രമിക്കുന്നവളുടെ പിന്നിൽ പതിയെ പതിയെ തടവി കൊടുത്തവൻ. ആ നേരം കുറച്ചു മുന്നേയുള്ള നിമിഷങ്ങൾ അവനുള്ളിലൂടെ കടന്നുപോയി. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ചുണ്ടും പിളർത്തി ഓരോന്നായി എണ്ണിക്കൊണ്ട് പരാതി പറയുന്നവളെ കാണേ
ഉള്ളിലുള്ള സ്നേഹം അറിയാതെ തന്നെ പുറത്തേക്ക് വരാൻ വെമ്പി തുടങ്ങിയിരുന്നു. അതിനൊപ്പം അവൾ തനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞതിന്റെ ദേഷ്യവും അടക്കി നിർത്തിയ സ്നേഹവും പിടപ്പും ഒക്കെ കൂടി കുമിഞ്ഞു പൊങ്ങിയപ്പോ പെണ്ണിനെ പൊക്കി മടിയിലേക്കിരുത്തി ഉമ്മ വെച്ചുപോയി. ഇടയ്ക്കെപ്പോഴൊക്കെയോ അതിര് വിട്ടുവെന്നും കൂടി തോന്നുന്നു. ഇപ്പോ ആള് ഒന്നും മിണ്ടാതെ ചേർന്നിരിക്കുകയാണ്. ശ്രീ അവളെ സൈഡിൽ കിടന്ന രണ്ട് തലയണ ഒന്നിനു മുകളിൽ ഒന്നായി പൊക്കി വെച്ച് അവളെ പയ്യെ കോരിയെടുത്ത് അതിലേക്ക് കിടത്തി. മടിയിൽ നിന്നും അവൾ താഴേക്കിറങ്ങിയതും അവനും അതുപോലെ അവൾക്കരികിലേക്ക് ചേർന്നിരുന്നു. പിന്നെ അവൾക്ക് അഭിമുഖമായി ഒരു കൈയിൽ തല ഉയർത്തിപ്പിടിച്ച് ചരിഞ്ഞു കിടന്നു. ദേവ, ഞാൻ രാവിലെ നിന്നോട് പിണങ്ങിയാണ് പോയെന്നുള്ളത് സത്യമാണ്. പക്ഷെ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി ഞാനൊന്നും അറിഞ്ഞോണ്ട് ചെയ്തില്ല മോളെ. അവൾ അവനെ കേട്ട് ആ മുഖത്തേക്ക് നോക്കി. സത്യം, ഈ തവണ NSSന്റെ ക്യാമ്പ് നമ്മുടെ കോളേജിൽ വെച്ചാ നടക്കുന്നത്. അതുകൊണ്ട് കുറേയധികം ജോലി ഉണ്ടായിരുന്നല്ലോ കോളേജിൽ. അതാ കുഞ്ഞെ ലേറ്റായത്. പരിതാപം നിറഞ്ഞ സ്വരം അവളെ തേടിയെത്തി. എന്നിട്ടെന്താ ശ്രീയേട്ടൻ വിളിച്ചു പറയാഞ്ഞേ? പരിഭവം പിന്നെയും വിതുമ്പലായി. ആരാ പറഞ്ഞു കുഞ്ഞെ ഞാൻ വിളിച്ചു പറഞ്ഞില്ലെന്ന്? പറഞ്ഞല്ലോ. തന്നിലേക്ക് ചരിഞ്ഞു കിടക്കുന്നവളുടെ മുന്നിലേക്ക് വീണു കിടന്ന ഓരോ മുടിയിഴകളും ചൂണ്ടുവിരൽ പിന്നിലേക്ക് ഒതുക്കി വെച്ച് നെറുകയിൽ ഒന്ന് ചുംബിച്ചവൻ ചോദിച്ചു. പറഞ്ഞോ? എപ്പോ? അവളുടെ കണ്ണുകൾ വിടർന്നു. വൈകിട്ട്. നുണ. ആ കണ്ണുകൾ ചെറുകി. അല്ലടി കുഞ്ഞെ, സത്യം. ഞാൻ വൈകിട്ട് താമസിക്കുമെന്ന് തോന്നിയപ്പോ അമ്മയെ വിളിച്ചിരുന്നു. അമ്മ ഫോൺ എടുത്തില്ല. അച്ഛനെ വിളിച്ചപ്പോ ആളുടെ ഫോണും എൻഗേജ്ഡ്. അങ്ങനെയാ പിന്നെ ലാൻഡ് ലൈനിൽ വിളിച്ചത്. ലാൻഡ് ലൈനിലോ? ആ. എന്നിട്ടെന്താ? വിളിച്ചപ്പോ ദേവൂട്ടനായിരുന്നു ഫോൺ എടുത്തത്. അവനോട് കാര്യം പറഞ്ഞ അപ്പോഴേക്കും ഫോണിന്റെ ബാറ്ററി തീർന്നടാ. ജോലി തിരക്ക് കാരണം കുത്തിയിടാനും മറന്നുപോയി പെണ്ണെ. അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല. ശരിയാണ്, വൈകിട്ട് താൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോ മാമ വന്നെന്ന് മോള് പറഞ്ഞിരുന്നു. കാര്യം അമ്മയോട് തിരക്കിയപ്പോൾ കുഞ്ഞെ കാണാൻ വന്നതാ എന്നിട്ട് ഓടിപ്പോയെന്നും കേട്ടു. ശ്രീയേട്ടന്റെ ടെൻഷനിൽ ഇരുന്നുകൊണ്ട് അവനെ വിളിക്കാനും മറന്നു. നെറ്റിയിൽ കൈയടിച്ച് കുനിഞ്ഞിരുന്നു പെണ്ണ്. ഇനി പറ, ഞാൻ ദുഷ്ടനാണോ? കുഞ്ഞൊരു കുറുമ്പിൽ ആവോളം സങ്കടം കലർത്തി അവളോടായിട്ട് അവൻ ചോദിച്ചു. സോറി ശ്രീയേട്ടാ, ഞാൻ കാണാഞ്ഞപ്പോ പേടിച്ചുപോയി. എന്നെ ശ്രീയേട്ടന് വേണ്ടാന്ന് തോന്നി, അതാ. അവന്റെ തോളിലൂടെ കൈയിട്ട് ആ തോളിലേക്ക് മുഖം ചേർത്ത് പരാതി പറയുന്ന ശ്രീ ചേർത്ത് പിടിച്ചു. വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ഈ ഉണ്ണിത്തലയിൽ നീ കേറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ എടുത്ത് പുറത്ത് കളഞ്ഞോണം, അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് ശരിക്കും മേടിക്കും കേട്ടോ. തോളിൽ ഒരു കുഞ്ഞു തല്ലു കൊടുത്തു അവൻ. അപ്പോ ശ്രീയേട്ടൻ എന്നെ തല്ലൂ? മുഖം അവനിൽ നിന്ന് മടർത്തി ദേഷ്യം പിടിച്ച് പെണ്ണ് ചോദിച്ചു. തല്ലൊക്കെ ചെറുതല്ലേ കുഞ്ഞേ, അതിലും വലുതല്ലേ മോളോടേട്ടൻ കാണിക്കൂ. കുസൃതിക്കും കുറുമ്പിനുമപ്പുറം അവളെ തളർത്താൻ പാകത്തിൽ മറ്റെന്തോ കൂടി ചേർത്ത് ചെവിയിൽ ചെറുതായി അവന്റെ പല്ലുകൾ താർന്നു. ശരീരം വിറച്ചു, ഹൃദയതാളം തെറ്റി. അവളുടെ മാറ്റങ്ങൾ അവനിലും പ്രതിഫലിക്കാൻ തുടങ്ങി. ഓരോ നിശ്വാസത്തിനൊപ്പവും ഉയരുകയും താഴുകയും ചെയ്യുന്ന മാറിടം അവന്റെ കണ്ണിലേക്ക് ചേക്കേറി. വല്ലാത്തൊരു ഭാവത്തോടെ അവൾ അതിനെ ഒഴിഞ്ഞു മാറി. ഉള്ളിൽ ഉയർന്നു പൊങ്ങുന്ന വികാരം നിയന്ത്രണ രേഖകളുടെ ലക്ഷ്മണരേഖ ഭേദിക്കുമെന്നുള്ള തോന്നലുണ്ടായതും ശ്രീ അവളെ ഒരിക്കൽ കൂടി വരിഞ്ഞു മുറുക്കി. ആ കഴുത്തിടുക്കിലേക്ക് തന്റെ മുഖം പൂഴ്ത്തി അവിടെ അമർത്തി കടിച്ചു. ആ ഒരേങ്ങലിൽ അവൾ ഞെട്ടി കണ്ണു തുറന്നു. ശ്രീയേട്ടാ, പ്ലീസ് ദേവ, എനിക്ക് പറ്റുന്നില്ല. അപ്പൊ കഥ ഇഷ്ടമാവുന്ന കൂട്ടുകാര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഭാഗവുമായി നാളെ കാണാം. നന്ദി.